ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? നമ്മളിന്നൊരു വിൻറ്റേജ് ബുക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് അസൈൻമെൻറ്റ്സ് ആണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. പഴയ ബുക്കിൻ്റെ ഒക്കെ പേജസ് ഉണ്ടാവില്ല, നമ്മൾ കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പേജസൊക്കെ അതൊക്കെ പറിച്ചിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ അസൈൻമെൻറ്റ്സ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. ആദ്യം തന്നെ അസൈൻമെൻറ്റ്സ് 2 ഭാഗമാക്കി ഒന്ന് മടക്കുന്നുണ്ട്, ഒരു വട്ടം ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നന്നായി അമർത്തിയിട്ട് കീറി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തെർമോക്കോൾ കട്ടർ വെച്ചിട്ട് മുറിക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അതിപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാക്കാത്തത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മടക്കുമ്പോഴാണ് നമ്മളെ പേജിൻ്റെ സൈസ് വരുന്നത്. ഹാഫ് മടക്കിയത് ഒന്നും കൂടി മടക്കുമ്പോഴുള്ള സൈസാണ് നമ്മുടെ പേജിൻ്റെ സൈസ്. എന്നുവെച്ചാൽ ഒരു അസൈൻമെൻറ്റ് 4ആയി ഭാഗിക്കുന്നത് നമ്മുടെ പേജിൻ്റെ സൈസ്. എന്നുവെച്ചാൽ നമ്മളൊരു കൈപ്പത്തീൻ്റെ നമ്മളൊരു പാം സൈസ് എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മുടെ പേജിൻ്റെ വലുപ്പം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വട്ടം മടക്കിയത് തന്നെ പേജാക്കി ഉപയോഗിക്കാം. ഞാൻ അത്ര വലുപ്പം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും കൂടി മടക്കിയത്. അങ്ങനെ ഞാൻ ഒരു 10 അസൈൻമെൻറ്റ്സ് ആണ് എടുത്തത്. നിങ്ങൾക്ക് പേജസിന് എണ്ണം കൂട്ടണമെങ്കിൽ അതിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. 10 അസൈൻമെൻറ്റ്സ് മുറിച്ചിട്ട് ഞാനൊരു 20 പേജസ് ആക്കി മാറ്റുന്നുണ്ട്. ആ 20 പേജസ് മടക്കുമ്പോൾ നമുക്ക് ടോട്ടലി 40 പേജസ് കിട്ടും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ എല്ലാ പേജസും മുറിച്ചതിന് ശേഷം നമ്മൾ ആ ഹാഫ് ഭാഗമില്ലേ, 2 പേജസിലൊരു ഭാഗം അതിൻ്റെ സൈഡിൽ നിന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെയാണല്ലോ നമുക്ക് വിൻറ്റേജ് പേപ്പേഴ്സൊക്കെ ഉണ്ടാവുക. അങ്ങനെ മുറിച്ച് വെച്ച എല്ലാ പേപ്പേഴ്സിൻ്റെയും നമ്മൾ സൈഡിൽ നിന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട്. സൈഡിൽ നിന്ന് കൈ കൊണ്ടൊന്ന് വെറുതെ ഒന്ന് വലിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് നല്ലൊരു ശക്തിയൊക്കെ ഉണ്ടെങ്കിൽ കുറേ പേപ്പേഴ്സൊക്കെ ഒരുമിച്ച് വെച്ചതാക്കാം. പക്ഷേ അങ്ങനെ പെട്ടെന്നൊന്നും നടക്കില്ല. അത് വെച്ചാൽ അസൈൻമെൻറ്റ്സ് 2ആയി ഭാഗം മടക്കിയതല്ലേ, അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മുറിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ ക്രാഫ്റ്റ്സിൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് ചെയ്തതാണ് കേട്ടോ ഈ വിൻറ്റേജ് ബുക്ക് മേക്കിങ്. അത്യാവശ്യം നല്ലൊരു മെനക്കെട്ട പണിയാണ് കേട്ടോ അത്. നമ്മൾ ഇതിനായിട്ടൊരു സമയം ചിലവഴിച്ചാൽ നമുക്ക് പെട്ടെന്ന് തീരും. എന്നുവെച്ചാൽ ഞാനും ഫസ്റ്റ് ഡേ ആണ് ഞാൻ ഈ പേപ്പർ കീറി സൈഡൊക്കെ കട്ടാക്കിയിട്ട് എടുത്ത് വെച്ച്. എനിക്ക് കിട്ടുന്ന കുറച്ച് സമയത്താണ് ഞാൻ ഇത് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ ആണ് ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ 2-3 ദിവസത്തെ പരിപാടിയാണ് കേട്ടോ ഇത്. പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോഴാണെങ്കിൽ അത്യാവശ്യം എനിക്ക് നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതും കഴിയുന്നില്ല. പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ പേപ്പേഴ്സും ഞാൻ അങ്ങനെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. കുറേ ടൈം എടുത്തിട്ടാണ് ഇത് ചെയ്തത്. നെക്സ്റ്റ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സാണ് ടീ ഡൈയിങ്. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഉണ്ടാക്കിയ പേപ്പേഴ്സ് ഒന്ന് വിൻറ്റേജ് ലുക്കിലേക്ക് വരാനൊന്ന് ഡൈ ചെയ്യുന്നതാണ്. ഞാൻ ടീ ഡൈയിങ്ങാണ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഫി ഡൈയിങ് ചെയ്യാം. ടീ ഡൈയിങ്ങിന് വേണ്ടി ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചൊരു കപ്പില്ലേ വീഡിയോയിൽ, ആ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് 3-4 ടീസ്പൂണ് കുറച്ച് ചായപ്പൊടി എടുത്തിട്ട് അതൊന്ന് ബോയിലാക്കാൻ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ബോയിലാക്കുന്നുണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം നല്ലൊരു കളറ് കിട്ടും, സ്റ്റെയിൻ കിട്ടും നമ്മുടെ പേപ്പേഴ്സിന്. എന്നിട്ട് അത് തണിഞ്ഞിട്ട് നമ്മൾ ടീ ഡൈയിങ് ചെയ്യേണ്ട ഞാനൊരു പാത്രം എടുത്തിട്ട് എനിക്ക് ചെറിയൊരു പാത്രം കിട്ടിയത്. നിങ്ങൾ കുറച്ച് വലിയൊരു ട്രേ ഒക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ കുറച്ച് ഡിപ്പ് ചെയ്ത് എടുക്കുക. എന്നുവെച്ചാൽ കുറച്ച് സെക്കൻഡ്സ്. ഞാനാദ്യം വിചാരിച്ചത് ഈ പേപ്പേഴ്സൊക്കെ കീറിപ്പോകുന്നു. വെച്ചാൽ നമ്മൾ വെള്ളത്തിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ പെട്ടെന്ന് കീറിപ്പോകുന്നു വിചാരിച്ചു. പക്ഷെ അങ്ങനെ കീറുന്നൊന്നുമില്ല. എന്ന് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ കൈ കൊണ്ടൊന്നും നല്ലോണം വലിക്കരുത്. അത് വെള്ളം നനഞ്ഞുകൊണ്ട് പേപ്പർ കുറച്ച് സോഫ്റ്റ് ആവുമല്ലോ. ഞാൻ കുറച്ച് സെക്കൻഡ്സാണ് കേട്ടോ ഡിപ്പ് ചെയ്യാൻ വെച്ചത്. എന്നിട്ട് അത് ഞാനൊരു പേപ്പറിൽ ഇട്ടിട്ട് ഉണക്കാൻ വെച്ചത് റൂമിൽ തന്നെ. റൂമിൽ ഫാനൊക്കെ കുറച്ച് ഇട്ട് വെച്ചിരിക്കുന്നു. പക്ഷേ എന്നാലും ഫാനിൻ്റെ കാറ്റങ്ങനെ ഡയറക്റ്റ് കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിയിട്ടില്ല. ഞാൻ ഏകദേശം ഒരു ദിവസം എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഉണക്കിയെടുത്തത്. എന്നിട്ട് നനവ് മാറാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഇസ്തിരിപ്പെട്ടി വെച്ചിട്ടൊന്ന് തേച്ചിട്ടാണ്ടോ ഞാനിത് ഉണക്കിയെടുത്തത്. ഉണക്കിയതിന് ശേഷമാണ് ഇതിനുള്ള നെക്സ്റ്റ് മെയിൻ പ്രോസസ്സ് എന്ന് വെച്ചാൽ ബൈൻഡിങ്. ഞാൻ ബൈൻഡിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാം. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ചിട്ടൊരു പോർഷൻ അവിടെ വെച്ചിട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഞാനൊരു മിനി നോട്ട് ബുക്ക് ഉണ്ടാക്കിയില്ലേ, അതേപോലെ ആ വീഡിയോ കണ്ടോക്കി മനസ്സിലാവും എങ്ങനെയാണ് ഫെവിക്കോൾ വെച്ചിട്ട് പേജസൊക്കെ ഒട്ടിക്കാന്ന്. പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ബൈൻഡിങ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ട് ചെയ്യാം. അതിന് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു വരും ആ പേജസൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബൈൻഡിങ് ചെയ്യുന്നത്. ബൈൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 20 പേജസ് ഉണ്ടാവില്ലേ, ആ 20 പേജസ് ഞാൻ 4 പോർഷൻസ് ആക്കുന്നുണ്ട്. വെച്ചാൽ 5 പേജസ് നമ്മൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. 5 പേജസിന് ഓരോ പേജിൻ്റെ ഉള്ളിൽ മറ്റേ പേജ് വെച്ചിട്ട് അങ്ങനെ 4 പോർഷൻസ് ആക്കി എടുക്കാം. ഈ 4 പേജസ് ഉണ്ടോ നമ്മൾ ബൈൻഡ് ചെയ്യാൻ പോകുന്നത്. ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗങ്ങൾക്കൊക്കെ മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ക്ലിപ്പ് കുത്തി കൊടുക്കുന്നുണ്ട് ആ പേജസ് ഒന്ന് നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് സ്കെയിൽ വെച്ചിട്ട് അളന്ന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഏകദേശം ഈ സൈഡൊക്കെ കട്ടാക്കിക്കൊണ്ട് ഏകദേശം ഒരു 14 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്നത്. ഏകദേശം 15 വരും. സൈഡൊക്കെ കട്ടാക്കിക്കൊണ്ട് ഏകദേശം ഒരു 14 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ അത് 2, 4, 7, 10, 12, 14 അതേപോലത്തെ പോർഷൻസ് ആക്കിയിട്ടുള്ള ഞാൻ ഒന്ന് വരച്ചെടുക്കുന്നത്. എന്നുവെച്ചാൽ 5 ഹോൾസ് നമ്മൾ ആ ഇതിൽ വേണ്ടിയിട്ട് വരക്കേണ്ടി വരും. ഞാൻ ഇപ്പോൾ എഴുതി കാണിച്ചില്ലേ, അതേപോലെ എല്ലാ പേജസും ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒന്ന് പിന്നും കൂടി കുത്തി കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്കെയിൽ വെച്ച് അടിയിൽ വെക്കുന്നുണ്ട്.
പേജസിൻ്റെ അളവ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. എല്ലാ പേജസും ഞാനിങ്ങനെ ഹോൾസ് ഞാൻ ആ സ്കെയിൽ വെച്ചെടുത്താൽ മതി. എന്നാൽ നമുക്ക് ആ ഹോൾസ് ഒന്നും മാറിപ്പോവില്ല. ഞാൻ പറയുന്നത് എത്താൻ മനസ്സിലാവുന്ന അറിയില്ല. ഇത് വീഡിയോ കണ്ടു നോക്ക്. എന്നുവെച്ചാൽ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ, തിരിയില്ലല്ലോ എല്ലാവരും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കൊണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ ഈ യൂട്യൂബിൽ കടൽ ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു മിനി നോട്ട് ബുക്ക്, വിൻറ്റേജ് ബുക്കും ഉണ്ട്. അതൊക്കെ ഇൻസ്പയർ ആയിട്ടാണോ ഞാൻ ചെയ്യുന്നത്. ആ മിനി ബുക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിൽ കറക്റ്റായിട്ട് ഇതൊക്കെ മാർക്സൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ കൊടുക്കാം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ 3-4 വർഷം മുമ്പ് സഫ വിത്ത് പെൻ പറഞ്ഞിട്ടൊരു ചാനൽ ഇതേപോലെ വിൻറ്റേജ് ബുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അത് വേറെ ഒരു ബൈൻഡിങ് മെത്തേഡാണ് ചെയ്യുന്നത്. അതും കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്കും ഞാൻ വേണമെങ്കിൽ അടിയിൽ കൊടുക്കാം. ഇത് ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഞാനൊരു നോർമൽ ത്രെഡാണ് എടുത്തത്. നമ്മൾ സാധാ ഒരു വൈറ്റ് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ എനിക്ക് വൈറ്റാണ് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വിൻറ്റേജിൻ്റെ കോഫി കളറൊക്കെ ആഡ് ആക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റാണ് മെയിൻ പ്രോസസ്സ് ബൈൻഡിങ്. എന്ന് വെച്ചാൽ നമ്മുടെ ആ പേജസ് ഒന്ന് നിവർത്തിയിട്ട് പുറത്തുനിന്ന് ഉള്ളിലോട്ട് ഒന്ന് ആ നൂലൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ നൂല് നന്നായി വലിച്ചിട്ട് നെക്സ്റ്റ് ഹോളിൽ താഴോട്ട് ഇടുക, എന്നുവെച്ചാൽ പുറത്തോട്ട് ഇടുക. എന്നിട്ട് പിന്നെയും അത് നെക്സ്റ്റ് ഹോളിൽ കൂടെ ഉള്ളിലോട്ട് ഇടുക. എന്ന് വെച്ചാൽ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് ഇല്ല, ആ റണ്ണിങ് സ്റ്റിച്ച് പോലെ ആയിരിക്കും. മറ്റേ പേജസിന് അറ്റത്തെത്തുമ്പോഴത്തേക്ക് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് പോലെയൊക്കെ ഉണ്ടാവുക. ഇപ്പോഴത്തെ സൈഡിലെത്തുമ്പോഴത്തേക്ക് ആ നൂല് സൂചി ഉള്ളിലോട്ടാണ് ഉണ്ടാവുക. ആ ഉള്ളിലോട്ടുള്ള സൂചി നമ്മൾ എന്നിട്ട് ഇപ്പുറത്ത് നമ്മുടെ ഇങ്ങോട്ട് തിരിച്ച് വന്ന പോലെ തന്നെ അതേപോലെ തന്നെ അങ്ങോട്ടേക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ച് ഒന്ന് ക്ലോസ് ആക്കുക. എന്നുവെച്ചാൽ റണ്ണിങ് സ്റ്റിച്ചല്ല ഇപ്പം ഉണ്ടാവുക, അത് നമ്മുടെ ബാക്കിയില്ലാത്ത പോർഷൻസിലേക്ക് നമ്മൾ ആ സ്റ്റിച്ച് ഇടേണ്ടി വരും. ആ ഹോളിൽ കൂടെയാണ് കേട്ടോ നമ്മുടെ എല്ലാം ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. നെക്സ്റ്റ് നമ്മൾ സ്റ്റിച്ച് തുടങ്ങിയ സ്ഥലത്തിന് എത്തുമ്പോൾ നമ്മൾ ഒക്കെ അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിൻ്റെ ആ നൂലിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങളാക്കിയാൽ ആ കെട്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജസ് റെഡി. അപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും കേട്ടോ ആ നൂലും കൊണ്ട്. ആ ഒരു പേജസിൽ നെക്സ്റ്റ് പോർഷൻ പേജസ് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത പോലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ഹോളിൻ്റെ താഴോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നൂലൊന്ന് നന്നായി പുള്ള് ചെയ്യണം, അല്ലെങ്കിൽ പേജസ് തമ്മിൽ ഇടവുണ്ടാവും. നമ്മൾ പുറത്തു കൂടെ എടുത്ത നൂല് അടിയത്തെ ആ പേജസിൻ്റെ ഒരു റൈറ്റ് സൈഡിലൂടെ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. ആ ഒരു നൂലില്ലേ നമ്മൾ വലിച്ച ഒരു സ്ട്രേറ്റ് ലൈനിൻ്റെ ആ നൂലിനുള്ളിൽ കൂടെ കയറ്റിയിട്ട് മറ്റേ നൂലിൽ കൂടെ ഇതാക്കി നമ്മൾ ആ 2 പേജസ് അടുത്തടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ടെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറ്റിയ ഹോളിനുള്ളിൽ കൂടെ തന്നെ ഇങ്ങോട്ട് പുറത്തോട്ടെടുത്ത ഹോളില്ലേ ആ ഹോളിൻ്റെ സെക്കൻഡ് ഹോളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ തിരിച്ച് മുകളിലോട്ട് തന്നെ ഉള്ളിലൂടെ തന്നെ കയറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഹോളിനുള്ളിൽ കൂടെ അതേപോലെ തന്നെ ഇട്ടുകൊടുത്തിട്ട് നമ്മൾ അടിയത്തെ പോർഷൻസിലെ നൂലിൻ്റെ റൈറ്റ് സൈഡിലൂടെ ഇറക്കിയിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ ഒന്ന് മുകളിലോട്ട് തന്നെ കയറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ നമ്മുടെ ഇങ്ങോട്ട് ഇറക്കിയ ഹോളിൽ കൂടെ തന്നെ തിരിച്ച് ഉള്ളിലോട്ട് തന്നെ കയറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ആ പേജസിലെ എല്ലാ ഹോൾസിലൂടെയും കയറ്റിയിട്ടൊന്ന് ഇറക്കി കൊടുത്തിട്ട് തിരിച്ച് കയറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ നൂലൊന്ന് നന്നായിട്ട് പുള്ള് ചെയ്ത് വലിക്കണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ടൈറ്റനായിട്ട് പേജസ് തമ്മിൽ ഒരിടവുണ്ടാവും. നിങ്ങൾക്ക് ഇത് ടഫായിട്ടൊക്കെ തോന്നും. ട്രസ്റ്റ് മീ, ഇത് നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമുക്ക് ഒരു വട്ടം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് മുന്നിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് കടൽ ക്ലൗഡിൻ്റെ വീഡിയോ മുന്നിൽ വെച്ചിട്ട് അവർ ചെയ്യുന്ന നോക്കി ചെയ്തതാണ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഹോളിലോട്ട് എത്തുമ്പോൾ നമുക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടോ നമുക്കറിയില്ല. ആ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ഹോളിലെത്തൂലേ, ലാസ്റ്റ് ഹോളിലെത്തിയിട്ട് താഴോട്ട് വലിച്ചിട്ട് പുറത്തേക്ക് എടുത്താൽ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ വേറെ നൂലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലെ ഉള്ളിലോട്ട് മാത്രം എടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ആ 2 പേജസും ബൈൻഡാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് 3rd പേജ് എടുക്കുന്നുണ്ട്. ആ 3rd പേജ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പുറത്തുനിന്ന് ഉള്ളിലോട്ട് എടുത്തിടുന്നുണ്ട്. നമ്മൾ ആ ഉള്ളിലോട്ട് ഇട്ടത് സെക്കൻഡ് ഹോളിലൂടെ പുറത്തേക്കൊന്നും ഇടുന്നുണ്ട്. ആ പുറത്തേക്ക് ഇട്ടത് നമ്മുടെ താഴത്തെ ആ 2 പേജസിൽ ബെൻഡ് ചെയ്ത് വെച്ച 2 പേജസിൽ ഒരു ലൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ വെച്ചാൽ ആ പേജസ് തമ്മിൽ കണക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് കെട്ടിട്ടെടുക്കുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് അത് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് തിരിച്ച് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഉള്ളിലോട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതേപോലെ തന്നെ നെക്സ്റ്റ് 3rd ഹോളിൻ്റെ ഉള്ളിലൂടെ പുറത്തിട്ടിട്ട്
നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് അങ്ങോട്ടേക്ക് കയറ്റി കൊടുക്കുക. എന്നിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കെട്ടിട്ട് നന്നായി ടൈറ്റൻ ചെയ്ത് വലിക്കുന്നുണ്ട് ആ ത്രെഡ്. എന്നിട്ട് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ തിരിച്ച് ഉള്ളിലോട്ട് തന്നെ കയറ്റുന്നുണ്ട്. അങ്ങനെ ആ വരിയൊക്കെ ഫുൾ അതേപോലെ തന്നെ കേട്ടോ ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് പേജ് സെക്കൻഡ് പേജുമായി കണക്ട് ആക്കാൻ ചെയ്ത പോലെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കയറ്റി റൈറ്റ് സൈഡിൽ കൂടെ ഇറക്കി കൊടുക്കുക, അതേപോലെ ഒന്നും ഇതില്ല. നമ്മുടെ ഫസ്റ്റും സെക്കൻഡും പേജ് കണക്ട് ആക്കിയപ്പോൾ ഒരു ലൂപ്പ് പോലെ അവിടെ ക്രിയേറ്റ് ആയി. അതിനുള്ളിൽ കൂടെ മാത്രം ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്താൽ മതി. അതേപോലെ ലാസ്റ്റ് പേജസിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് പുറത്ത് കൂടെ ഒന്ന് ഇറക്കി കൊടുത്തിട്ട് അത് നമ്മൾ ഫോർത്ത് പേജുമായിട്ടൊന്ന് കണക്റ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊന്ന് വലിക്കുന്നുണ്ട്. ഈ ഘട്ടങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ നൂല് ത്രെഡ് തീർന്നാൽ നിങ്ങളൊന്ന് പുറത്തോട്ട് വലിച്ചിട്ട് അന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് പേജ് നമ്മൾ അവിടെ തുടങ്ങിയെടുത്ത് തന്നെ അതേപോലെ തന്നെ കഴിഞ്ഞെടുത്ത് തന്നെ ഒന്ന് തുടങ്ങിയാൽ മതി. ഞാൻ അത്യാവശ്യം വലുത് നൂലാണ് എടുത്തത്, അധികം വലുതെടുക്കണ്ട. ത്രെഡ് പെട്ടെന്ന് കെട്ടുപണിയാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഫോർത്ത് പേജ് ഒന്ന് കണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പം നമ്മൾ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ എടുക്കാത്ത ലാസ്റ്റ് ആ പുറത്തോട്ടൊന്ന് എടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ നേരത്തെ എടുത്തില്ല അതേപോലെ ഒന്ന് പുറത്തോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പുറത്തോട്ട് എടുത്തിട്ടാണ് നമ്മൾ കെട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പുറത്തോട്ടിട്ടൊന്ന് നന്നായി കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ബാക്കിയുള്ള നൂലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പം തന്നെ നമ്മളെ പേജസ് ഏകദേശം റെഡിയായി. നമ്മൾ ഫെവിക്കോൾ ഒട്ടിക്കുന്നതിനെക്കാട്ടി നമുക്ക് ഉറപ്പിൽ നമുക്ക് ഈ പേജസൊക്കെ നന്നായിട്ട് ടൈറ്റനായിട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുക്കുന്നുണ്ട് ആ 4 പേജസിൻ്റെ മുകളിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തേച്ച് കൊടുക്കാണ്ടിരിക്കാം, ഇത് തികച്ചും ഓപ്ഷണലാണ്. ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് തേച്ച് കൊടുക്കുന്നത്. ആ ഫെവിക്കോൾ എല്ലായിടത്തും നല്ലോണം തേച്ച് കൊടുത്തിട്ട് ചെറിയ പീസ് ഓഫ് പേപ്പർ എടുക്കുക. വെച്ചാൽ ചെറിയൊരു പീസ് എടുത്താൽ മതി. ആ ചെറിയ പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിന്മേൽ ഫെവിക്കോൾ തന്നെ ഒന്ന് തേച്ചെടുത്തിട്ട് അതിൻ്റെ പോർഷനിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഒട്ടിച്ച പേപ്പർ പിന്നെ കാണൂല കേട്ടോ, നമ്മൾ ആ പേപ്പർ ഉള്ളിലോട്ടാവും പോവും നമ്മൾ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാൽ. ഇതിനെ പുറം ചട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പഴയൊരു ഡയറീൻ്റെ ഒരു ചട്ടയാണ് കേട്ടോ എടുക്കുന്നത്. അത് ഈ പേജസിൻ്റെ അളവിലൊന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഡയറീൻ്റെ നടുക്കൊരു പോർഷൻ കണ്ടോ, അതേപോലെ ഒരു പീസ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കട്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പേജസ് ഒന്ന് ബെൻഡബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പോർഷൻ എടുക്കുന്നത്. ഇതിൻ്റെ ഒരു വിൻറ്റേജ് ലുക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ പുറംചട്ടയ്ക്ക് വേണ്ടിയിട്ട് ലെതർ പീസാണ് എടുക്കുന്നത്. ഈ ലെതർ പീസ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു പഴയൊരു ലെതർ ബാഗ് ഉണ്ടായിരുന്നു, ആ ബാഗിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കട്ടാക്കി എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫർണിച്ചർ ഷോപ്പിലൊക്കെ പോയാൽ ഈ സോഫേൻ്റെ അവിടുത്തെ ചെറിയൊരു പീസ് ചോദിച്ചാൽ ചിലപ്പോൾ തരുമായിരിക്കും. ഇനി ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങളൊന്നും അവിടെ പോയി ചോദിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് അറിയാത്ത ഷോപ്പിലൊക്കെ ആണെങ്കിൽ അതേപോലത്തെ ചെറിയൊരു പീസ് ഓഫ് ലെതർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ജീൻസിൻ്റെ ക്ലോത്ത് പോലത്തെ നോർമൽ ക്ലോത്ത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഞാൻ ഈ ആ സെയിം കളർ എനിക്ക് കിട്ടിയോണ്ട് ഞാൻ ആ ബാഗിൻ്റെ ബാക്ക് സൈഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് B7000 ഗ്ലൂ വെച്ചിട്ടുണ്ട് ഞാൻ ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫ്ലെക്സ് ക്വിക്കോ അങ്ങനത്തെ പശയൊക്കെ വെച്ചിട്ട് ഒട്ടിക്കാം. എന്നിട്ട് അതിൻ്റെ 4 മൂല ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒട്ടിക്കാനുള്ള എളുപ്പത്തിന് ഈ B7000 ഗ്ലൂ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടിയ പക്ഷെ നല്ലതിൽ കിട്ടും. അതേപോലത്തെ ഒരു ഗ്ലൂ ആണ് ഇത്. നിങ്ങൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടെങ്കിൽ ഗ്ലൂ ഗണ്ണ് പോലത്തെ ഒക്കെ ഗ്ലൂ യൂസ് ആക്കാം. പിന്നെ ഈ പേജസ് കണക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സെയിം ഗ്ലൂ തന്നെയാണ് എടുക്കുന്നത്. എന്നുവെച്ചാൽ ആ ലെതർ പീസിൽ ഫെവിക്കോൾ ഒട്ടുമോ എന്നൊരു ഡൗട്ട് വന്ന് അതുകൊണ്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോളൊക്കെ എടുക്കാം, നോർമൽ ക്ലോത്തൊക്കെ ആണെങ്കിൽ. ആ ലെതറില്ലാത്ത ഭാഗം വിസിബിൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബുക്കത്തെ ഒരു പേജ് തന്നെ എടുത്തിട്ട് 2 സൈഡിലോട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനും മറ്റേ സെയിം ഗ്ലൂ തന്നെ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ ഒരു പീസ് ഓഫ് പേപ്പർ ഇല്ലേ, അത് കാണൂല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് നമുക്ക് ആ പീസ് ഓഫ് പേപ്പർ ഒട്ടിച്ചാൽ ഒന്നും കൂടി ഉറപ്പില്ല അവിടെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഒട്ടിച്ചത്. അപ്പോൾ നമ്മൾ വിൻറ്റേജ് ബുക്ക് ഇവിടെ റെഡി ആയി. നിങ്ങൾക്ക് ഇത് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഡയറിക്ക് വേണമെങ്കിൽ ഡയറിക്ക്, ജേണലിൽ വേണമെങ്കിൽ ജേണലിൽ, വിൻറ്റേജ് ജേണലിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഫ്രണ്ടിൽ നിന്ന് പ്ലെയിൻ ആയപ്പോൾ ഞാൻ ചെറിയൊരു സ്റ്റിക്കർ പിൻട്രസ്റ്റ് ഒന്ന് കോപ്പി അടിച്ചിട്ട് ഒരു ചെറിയൊരു സ്റ്റിക്കർ പോലെ വരച്ചെടുത്തിട്ടുണ്ട്. അതവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ്, നോർമൽ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. അപ്പം നമ്മൾ ബുക്ക് ഔട്ട് റെഡിയായി. നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടി അലങ്കാരപ്പണി വേണമെങ്കിൽ ഒരു ടൈ പോലെ എന്തെങ്കിലും ആ സെൻറ്റർ പോർഷനിൽ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടി ഭംഗിയാവും എന്തെങ്കിലും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ കാണാം. അതിരിക്കും ബൈ ബൈ.